ഇൻഷുറൻസുകാരെ തട്ടിപ്പാണ്. രണ്ടും ജീവിതമായിട്ട് ബന്ധപ്പെടാവുള്ളൂ. സത്യത്തിന്റെ ഒരു ബിസിനസ് ഓണസ്റ്റിയാണ് ബെസ്റ്റ് പോളിസി. സന്തോഷ് സാറേ നമസ്കാരം. നമസ്കാരം ജോബി, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു സാറേ. ഇന്നത്തെ വിഷയം ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത്, ഇൻഷുറൻസ് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ തൊട്ട് അതിനകത്ത് കമൻറ്റ് വരുന്നത് തട്ടിപ്പ്, ഇൻഷുറൻസുകാരെ തട്ടിപ്പാണ്, ഇൻഷുറൻസ് ഏജൻറ്റുമാർ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല, ഇൻഷുറൻസ് മൊത്തം ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. അത് ഹെൽത്ത് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, അത് ജനറൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, വെഹിക്കിൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, എല്ലാം തട്ടിപ്പാണെന്നാണ് പറയുന്നത്. ശരിക്കും ഇൻഷുറൻസ് തട്ടിപ്പാണോ? ജോമി ചോദിച്ച ഈ ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇൻഷുറൻസ് തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ തട്ടിക്കുന്നവരുമുണ്ട്, തട്ടിക്കപ്പെടുന്നവരുമുണ്ട്. രണ്ടുമുണ്ട് ഇതിനകത്ത്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, രണ്ടും ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണല്ലോ. അതെ. ഈ ജീവൻ എന്ന് പറയുന്നത് ഞാൻ കൊടുത്തോ ജോമി കൊടുത്തോ അല്ല. അതെ. അതിനകത്ത് ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് സത്യമാണെങ്കിൽ ഇൻഷുറൻസിന് സത്യമായിട്ടേ ചെയ്യാവുള്ളൂ. സത്യത്തിൻ്റെ ഒരു ബിസിനസ്സാണ് ഇൻഷുറൻസ്. സത്യമേവ് ജയതയെന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്. ഏറ്റവും വലിയ തട്ടിപ്പ് ചെയ്യുന്നവരും ഇത് തന്നെ പറയുന്നത്, സത്യമേവ് ജയത എന്ന് പറയുന്നു. അതെ. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ബിസിനസ് ഒരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റിൽ നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു ആസ് എ ജോമി ഒരു കസ്റ്റമർ ആണെങ്കിൽ ജോമി ഒരു ഏജൻറ്റ് അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കുകൾ മുഴുവൻ അപ്രോച്ച് ചെയ്യുന്നു. അതെ, ആണ്. ഇപ്പോൾ ബാങ്കുകൾ ഇൻഷുറൻസ് വിൽപ്പനയാണല്ലോ. ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇൻഷുറൻസ് തുടങ്ങിയ കാലഘട്ടം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇൻഷുറൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളെ വന്ന് ഒരു ഏജൻറ്റ് സമീപിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഏജൻറ്റിനെ സമീപിക്കുന്നു. നമ്മൾ ഏജൻറ്റിനെ സമീപിക്കുന്ന സാധ്യതകൾ വളരെ കുറവാണ്. ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇഷ്ടംപോലെ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫീസ് ഉണ്ടല്ലോ. അതെ. ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ആയാലും LICയുടെ ഓഫീസുകൾ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. അതെ. LICയുടെ ഓഫീസിൽ ചെന്നിട്ട് ജോമിക്ക് എത്ര കുട്ടിയാ? എനിക്ക് ഒരാളേ ഉള്ളൂ. ജോമിയും ഭാര്യയും കൂടെ ചെന്നിട്ട്, കൊച്ചുമായിട്ട് ചെന്നിട്ട് ഒരു LICയുടെ ഓഫീസിൽ കയറി ചെന്ന്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഒരു ഉദാഹരണത്തിന് എടുക്കാം നമുക്ക്. അവിടെ ചെന്നിട്ട് നേരിട്ട് ചെന്ന് അവിടുത്തെ മാനേജറോട് ചെന്ന് അല്ലെ ഓഫീസിൽ ചെന്ന് പറയുന്നുണ്ടോ, എനിക്കൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി വേണം, കൊച്ചിനൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി വേണം, എൻ്റെ ഭാര്യയ്ക്കൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി വേണം എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞ് അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അന്ന് ഇൻഷുറൻസ് കമ്പനികളൊക്കെ പൂട്ടിപ്പോകുന്നതല്ലേ, പിന്നെ ഓഫീസ് ഇടേണ്ട കാര്യമില്ല. പിന്നെ ഓഫീസിൻ്റെ ആവശ്യമില്ല. ഒരു ഇൻഷുറൻസിന് ആളുകൾ നേരിട്ട് ഓഫീസുകൾ കയറി, എനിക്കൊരു ഇൻഷുറൻസ്, മോൾക്കൊരു ഇൻഷുറൻസ്, അച്ഛനൊരു ഇൻഷുറൻസ്, അമ്മയ്ക്കൊരു ഇൻഷുറൻസ്, വല്യപ്പനൊരു ഇൻഷുറൻസ്, വല്യമ്മയ്ക്കൊരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കയറി ചെല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു ഇത്. ഇൻഷുറൻസ് ഒരു ഷോപ്പിംഗ് അല്ല. ഇൻഷുറൻസ് ഒരു ഷോപ്പിംഗ് അല്ല. നമ്മളിപ്പോൾ സുഡിയോയിലോ അല്ലെങ്കിൽ കല്യാണിലോ അല്ലെങ്കിൽ ഷീമാട്ടിയിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതീസിലോ ഒക്കെ പോയി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പം നമുക്ക് വാങ്ങിക്കാൻ അറിയാം, ഭാര്യയ്ക്ക് സാരി, കൊച്ചിന് ഉടുപ്പ്, നമുക്ക് പാൻറ്, ഷർട്ട്, മുണ്ട്, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇൻഷുറൻസ് ഒരു ഷോപ്പിംഗ് അല്ല. ഇൻഷുറൻസ് ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു ഇൻ്റർമീഡിയറി, ആരെങ്കിലും ഒരു മധ്യവർത്തി ഉണ്ടാവും അതിനകത്ത്. ഈ മധ്യവർത്തി നമ്മളെ സമീപിക്കുന്നു. നമ്മളെ സമീപിച്ച് കഴിയുമ്പോൾ നമ്മൾ ആവശ്യക്കാരനല്ല എന്നുള്ളത് നമ്മളിരിക്കുന്നത്. നമുക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. നമുക്ക് സംഭവിക്കില്ലല്ലോ. നമുക്ക് മാത്രം സംഭവിക്കും. നമ്മളെത്ര ശവടയ്ക്ക് പങ്കെടുത്താലും നമ്മുടെ വിചാരം നമുക്കൊന്നും അത് എനിക്കുള്ളതല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ കിടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ആളുകൾ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വ്യക്തികളെ നമ്മൾ കിടക്കുമ്പോൾ കാണാറുണ്ടല്ലോ. കാണുമ്പോഴും നമ്മുടെ വിചാരം അത് എനിക്ക് സംഭവിക്കില്ല, അല്ലെങ്കിൽ അത് ഫാമിലിയിൽ സംഭവിക്കില്ല, അത് ആ പാർട്ടിക്ക് സംഭവിക്കും. അതാണ്
അപ്പോൾ ഈ ഇൻഷുറൻസ് ഈ തട്ടിപ്പാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻഷുറൻസിൻ്റെ ബേസ് എന്ന് പറയുന്ന കോൺട്രാക്റ്റിൻ്റെ ബേസ് പ്രപ്പോസൽ ഫോം, ആപ്ലിക്കേഷൻ ഫോം, പ്രപ്പോസൽ ഫോമോ പ്രപ്പോസ് ചെയ്യുന്നു, അത് കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പോളിസി ഇഷ്യൂ ആകുന്നത്. അത് ഏതിലായാലും, അത് ഏത് ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ജനറൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഒരു പ്രപ്പോസൽ ഫോം ഉണ്ടാവും. ഈ പ്രപ്പോസൽ ഫോം ആരും തന്നെ വളരെ ചുരുക്കം പോളിസി ഹോൾഡേഴ്സെ വായിച്ചു നോക്കുന്നുള്ളൂ. ഓ, അത് കൈ കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. പ്രപ്പോസൽ ഫോം എന്ന് പറയുന്ന ആദ്യത്തെ ഇടവേള അതാണ്. ആ ഉടമ്പടിയുടെ ആദ്യത്തെ കാര്യം അതാണ്. എന്തുകൊണ്ട് ഇൻഷുറൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻസുകൾ വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചായിരിക്കും. അതെ അല്ലേ? ഏറ്റവും കൂടുതൽ. ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് വലിയ കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടാകാൻ സാധ്യത. കാരണം ലൈഫ് ഇൻഷുറൻസിലെ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ മച്യൂരിറ്റി ക്ലെയിം, അതെ, ഡെത്ത് ക്ലെയിം, ഏർലി ഡെത്ത് ക്ലെയിം ആണെങ്കിൽ മാത്രമേ അത് ഒരു എൻക്വയറി ഒക്കെ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ സറണ്ടർ ക്ലെയിം, വിഡ്രോവൽ ക്ലെയിം, അതൊക്കെ എല്ലാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ടാവും. വളരെ കുറച്ച് ലൈഫ് ഇൻഷുറൻസുകളിൽ. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിത്യേന ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ആരോഗ്യമായിട്ട് ഇടപെടുന്നതായതുകൊണ്ട്, നമ്മുടെ കുടുംബത്തിൽ ആരോഗ്യമായിട്ട് ഇടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുന്നത് എത്ര നാളത്തേക്കാണ്? ജീവിതകാലം മുഴുവനാണ്. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എടുത്താൽ ആ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനുള്ളൊരു കോൺട്രാക്റ്റാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ള ചേർന്നേക്കുന്നവരുടെയും ജീവിതകാലം. ഇപ്പോൾ ജോബിയുടെ കുഞ്ഞിന് എത്ര വയസ്സായി? ഇപ്പോൾ 10 വയസ്സാണ്. കൊച്ചിനെ ചെയ്യൂല്ലോ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഫാമിലി ഫ്ലോട്ടറായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ ഒക്കെ ആയിരിക്കും ചെയ്തേക്കുന്നത്. ആ കുഞ്ഞിന് ഇത് അവൻ്റെ ജീവിതം മുഴുവൻ, അവൻ്റെ ലൈഫ് മുഴുവൻ, അവൻ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ അവന് കുട്ടിയുണ്ട്, അതും കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു പോളിസി. ഒരു ജനറേഷൻ ടു ജനറേഷൻ അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിൽ അതിന് ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് എടുത്ത് ആ പ്രപ്പോസൽ ഫോം ഒന്ന് വായിച്ചു നോക്കണം. മനസ്സിലായി. ആ 10 മിനിറ്റാണ് ഏറ്റവും വലിയ ആദ്യത്തെ 10 മിനിറ്റ്. ആദ്യത്തെ 10 മിനിറ്റാണ് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. കാരണം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അതിന് വാല്യൂ കൊടുക്കാത്തതുകൊണ്ട്, അതിന് മൂല്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ബയറും മൂല്യം കൊടുക്കുന്നില്ല, സെല്ലറും മൂല്യം കൊടുക്കും. സെല്ലർ എന്ന് പറയുന്ന ഈ നടുക്ക് നിൽക്കുന്ന മധ്യവർത്തിയായി നിൽക്കുന്ന ഏജന്റുമാരെ, പ്രൊഡ്യൂസർമാരെ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ബാങ്കർമാര്, അല്ലേ? ആരും ഇതിന് മൂല്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ വളരെ എളുപ്പമാണ് പോളിസി വാങ്ങിക്കാനായിട്ട്. ആപ്ലിക്കേഷൻ ഒന്നും ഫില്ല് ചെയ്യണ്ടല്ലോ, എല്ലാം ഓൺലൈനാണല്ലോ. ഓൺലൈൻ ഫില്ല് ചെയ്യുന്നു. ആര് ഫില്ല് ചെയ്യുന്നു? ഈ ഏജന്റ് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് ഫില്ല് ചെയ്യുന്നു, ബാങ്കിലെ ആളിരുന്ന് ഫില്ല് ചെയ്യുന്നു. ആരാണോ ആ നടുക്ക് നിൽക്കുന്ന കമ്പനിയുടെയും ഇൻഷുർഡിൻ്റെയും നടുക്ക് നിൽക്കുന്ന അയാൾ നമുക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറയും ഒരു OTP അയച്ച്, സാറേ OTP ഒന്ന് തന്നേക്കാൻ പറയും. OTP തരുന്നു, പരിപാടി കഴിഞ്ഞു. OTP തരുന്നു, എൻ്റർ ചെയ്യുന്നു. പ്രപ്പോസൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇമെയിലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് പോകുന്നു. അദ്ദേഹം ആ വാങ്ങിക്കുന്ന ജോമി ഇത് എന്താണെന്ന് പോലും നോക്കുന്നില്ല, വാങ്ങിക്കുക. ഞാൻ വാങ്ങിച്ചേക്കുന്ന ഒരു കുരിശാണോ എന്ന് പോലും അറിയാതെ ഈ കുരിശ് ചുമക്കാനായിട്ട് വിധിക്കപ്പെടുക ആളുകൾ. അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതകാലം മുഴുവൻ ആവശ്യമുള്ള ഈ കോൺട്രാക്റ്റ്, ഈ പോളിസി നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് നമുക്ക് ഈ പ്രപ്പോസൽ ഫോം വായിച്ചു നോക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ആ പ്രപ്പോസൽ ഫോമിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ടാണോ നമ്മൾ ആൻസർ ചെയ്തെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട. ആ പ്രപ്പോസൽ ഫോമിനകത്ത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പം എപ്പോഴാണ് ക്ലെയിം നമുക്ക് നിരസിക്കുന്നത്? ഒരു ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം നിരസിക്കുന്നത്, ഒന്ന് നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞ് വെയിറ്റിംഗ് പീരീഡുള്ള അസുഖങ്ങളുണ്ട്. 2 വർഷത്തേക്ക് വെയിറ്റിംഗ് പീരീഡുള്ള അസുഖങ്ങളുണ്ട്. സ്റ്റോണ്, കാറ്ററാക്ട്, ഇങ്ങനെ കുറേ അസുഖങ്ങൾ ജനറലായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി തന്നെ നിശ്ചയിച്ചേക്കുന്ന കുറേ അസുഖം 2 വർഷം കഴിഞ്ഞാലേ അതിന് ക്ലെയിം കിട്ടി തുടങ്ങുകയുള്ളൂ.
ഇപ്പം 2 വർഷം വെയിറ്റിംഗ്. അതെല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഒരുപോലെയാണോ സാർ? മിക്ക ഇൻഷുറൻസ് കമ്പനികൾക്കും 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഒരുപോലെ ആയിരിക്കും. കമ്പനി ടു കമ്പനി ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ, ചില അസുഖങ്ങൾ ആഡ് ഓൺ ചെയ്യും. എന്നാലും ആദ്യമേ തന്നെ ഒരു ബയർ, ഒരു ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കുന്ന ബയർ അറിഞ്ഞിരിക്കേണ്ടത് എനിക്ക് എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കണം. നമ്മൾ ചോദിക്കണം, ബയർ ചോദിക്കണം. ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ 15,000, 20,000, 25,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോയാൽ ആ കടക്കാരനെ നിങ്ങൾ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. അതെ, അതിന് എത്ര GB ഉണ്ട്, അതിൻ്റെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്, അതിൻ്റെ റാം എത്രയാണ്, റോം എത്രയാണ്, LED ഡിസ്പ്ലേ ആണോ, OLED ആണോ, MOLED ആണോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യും. വെറും 15,000 രൂപയുടെ 20,000 രൂപയുടെ 30,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കുന്ന റിസർച്ച് നടത്തുന്നത്. ജീവിതത്തിൽ സ്ഥിരം ലൈഫ് ലോങ് വേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയോ ഒരു എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 10 മിനിറ്റിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യില്ല. കാരണം ഈ പ്രപ്പോസൽ ഫോമിനകത്ത് എഴുതിയിരിക്കുന്ന ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കണം. അസുഖങ്ങൾ മറച്ചു വയ്ക്കാൻ പാടില്ല. അസുഖങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം നമ്മൾ വരുന്ന സമയത്ത് കിട്ടും. ഞാൻ ചില നല്ല ഏജൻസിനെ കണ്ടിട്ടുണ്ട്. അവർ ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർക്ക് തോന്നും, കസ്റ്റമർക്ക് ഇപ്പോൾ ജോമിക്ക് തോന്നും, ഇയാൾ എന്തായി വന്നിട്ട് ക്വസ്റ്റ്യൻ, അവനൊരു പോളിസി എനിക്ക് വിൽക്കാൻ വന്നിരിക്കുന്നത് ഇവൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുക, സാറേ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടോ, ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടോ, ആദ്യത്തെ പ്രസവം എങ്ങനെയായിരുന്നു നടന്നത്, സിസേറിയൻ ആയിരുന്നു, രണ്ടാമത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു, ഭാര്യയ്ക്ക് ഇപ്പോൾ യൂട്രസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പേഴ്സണലൈസ്ഡ് ആയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആകും. ഇവൻ്റെ പോളിസി വേണ്ടാന്ന് വിചാരിക്കും. അപ്പോഴാണ് വിചാരിക്കുന്നത് നമ്മുടെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ട്, അവൻ്റെ ഒരു പോളിസി എടുത്തേക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതലും ഈ ഇൻഷുറൻസ് ഏജൻറ്റുമാർ നമ്മുടെ ഒരു പരിചയക്കാരോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർ വഴി റെഫർ ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പരിചയത്തിൻ്റെ പുറത്ത് ജോമി എടുത്ത് വരുമ്പോൾ ജോമിയുടെ വിചാരം എന്താ, ഇയാളല്ല ചെയ്യുന്നത്, ഇയാൾ എന്നെ സംരക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന ആളാണ്, ഇയാൾ പറയുന്ന എല്ലാ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. ജോമി 100% എന്നെ വിശ്വസിച്ചായിരിക്കും ഒരു പോളിസി ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നത്. അപ്പോൾ പോളിസി വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്ക് പോളിസി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരോടൊക്കെ പറയാനുള്ളത്, 10 മിനിറ്റ് നിങ്ങൾ ആദ്യം പ്രപ്പോസൽ ഫോം അങ്ങോട്ട് ആദ്യം വാങ്ങിക്കുക. അത് വായിച്ചു നോക്കുക. അതിനകത്ത് എന്തൊക്കെ ആൻസറുകൾ കറക്റ്റായിട്ട് എഴുതണം എന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യും. നോൺ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ് പോളിസിയിൽ പിന്നെ ഒരു ക്ലെയിം റിജക്ഷൻ ഉണ്ടാകുകയില്ല. 1. 2, ചില അസുഖത്തിന് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത അസുഖങ്ങൾക്ക് കമ്പനി വെയിറ്റിംഗ് പീരീഡ്, ചിലപ്പോൾ എക്സ്ട്രാ വെയിറ്റിംഗ് പീരീഡ് വരും. അത് ഇത്ര നാളത്തേക്ക് തരില്ല. ഞങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പറയും, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ കാണിച്ചാൽ ജോമി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിക് കാണിച്ചാൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കമ്പനി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ പ്രപ്പോസൽ ഫോം കൊടുത്തു കഴിയുമ്പോൾ പറയും, ഹൈപ്പർ ടെൻഷനും ഡയബറ്റിക്കിനും തുടർന്നുണ്ടാകുന്ന അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് 2 വർഷം അല്ലെങ്കിൽ 4 വർഷം വെയിറ്റിംഗ് പീരീഡ്, 4 വർഷം കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ അതിന് പെർമനൻ്റ്ലി എക്സ്ക്ലൂഡ്, ഇതുമായിട്ട് യാതൊരുവിധ ക്ലെയിമുകളും കമ്പനി തരില്ല. ഒന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആയിട്ടുള്ള എക്സ്ക്ലൂഷൻ, ഇത്ര നാളത്തേക്ക് തരില്ല, അല്ലെങ്കിൽ തരികയേയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കാം, താങ്കളുടെ പ്രപ്പോസൽ ഫോം ഞങ്ങൾ എടുക്കാം, നിങ്ങൾ ലോഡിംഗ് എന്ന് പറയും, എക്സ്ട്രാ പ്രീമിയം ലോഡിംഗ്. എക്സ്ട്രാ പ്രീമിയം ലോഡിങ്ങിൽ ഇത്ര ശതമാനം കൂടെ പ്രീമിയം കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ ഈ പോളിസി തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കുന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് പോളിസി തരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ കമ്പനി പറയും,
ഞങ്ങളുടെ ഈ പ്ലാൻ തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ നിങ്ങൾ എടുക്കും, അതിന് അപ്ലൈ ചെയ്യും. ഓക്കെ. പ്ലാൻ, ചേഞ്ച് ഓഫ് പ്ലാൻ. ആ. ഇങ്ങനെ 5 കാര്യങ്ങളാണ്, ഈ പഞ്ചഭൂതങ്ങൾ പോലെ 5 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് എന്താണ്, പോളിസി നമ്മൾ ഡിസ്ക്ലോസർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലേ കമ്പനിക്ക് ഇത്ര നാളത്തേക്ക് എക്സ്ക്ലൂഷൻ വയ്ക്കും, ശരി, ഇത്ര വർഷത്തേക്ക്. ആ. 2 പെർമനൻറ്റ് ഡീഎക്സ്ക്ലൂഡ് ചെയ്യും. 3 ലോഡിങ് ചെയ്യാം. ഓക്കെ. 4 ഈ പ്ലാൻ നമുക്ക് പറ്റില്ല, ഞങ്ങളുടെ വേറൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് പറയാം. 5 പോളിസി ആപ്ലിക്കേഷനെ നിരസിച്ച് നിങ്ങൾ അടച്ച പ്രീമിയം മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഫിയർ ഓഫ് റിജക്ഷനാണ്. ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് പോളിസി കിട്ടാതിരിക്കുമോ എന്നുള്ള പേടി. ആർക്ക്? പോളിസി എടുക്കാൻ പോകുന്ന വ്യക്തിക്ക്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമോ, എനിക്ക് ഈ സെയിലാണല്ലോ നടക്കുന്നത്. അതെ. ഒരു സെയിൽ നടക്കുമ്പോൾ ബയറും സെല്ലറും ഉണ്ട്. സെല്ലറായ ഏജന്റിന് പേടി, ഇത് ഫിയർ ഓഫ് ലോസ് ഓഫ് ബിസിനസ്. ഈ രണ്ടും മാറ്റി വെക്കണം. ഞാൻ ഇത്രയും നാളെ സംസാരിച്ചത് വെറുതെ ആയിപ്പോയല്ലോ അല്ലേ? ഞാൻ ഇത്ര നേരം സംസാരിച്ചു, എത്ര നാളായി പുറകെ നടക്കുന്നു ഇദ്ദേഹത്തിൻ്റെ. എൻ്റെ ഈ ബിസിനസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഫിയർ ഓഫ് ലോസ് ഓഫ് ബിസിനസ്. ഭയം. ഈ ബിസിനസ് നഷ്ടപ്പെട്ടു പോകുന്ന ഭയം ഏജൻറ്റിൻ്റെയും, എനിക്കിത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കമ്പനി ഈ പോളിസി തരാതിരിക്കുകയോ എന്നുള്ള ഒരു ഭയം കൺസ്യൂമർ അടുത്തുനിന്ന് വരുന്നു. അതെ. ഈ 2 സ്ഥലത്തും ഭയം വരുന്നത്.